ഒടുവിൽ LDF നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എം സ്വരാജാണ് സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയന്റെ അടക്കം ഇതിനകത്തൊരു നിലപാടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് സ്വതന്ത്രമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഒടുവിലായിട്ടാണ് സ്വരാജിനെ നിർത്താം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, അത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം സ്വരാജ് ഒരു നല്ല ഫൈറ്ററാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ എന്നല്ല, മലപ്പുറത്ത് സ്വരാജിനുള്ള സമ്മതി കുറച്ച് കൂടുതലാണ്. പല കാരണങ്ങളാണ്. പണ്ട് മുതലേ 1999 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. SFIയിലൂടെ വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി. അന്ന് മുതലേ ആ പ്രദേശത്തുള്ള യുവാക്കളുമായിട്ടൊക്കെ നല്ല ബേസുള്ള ഒരു ആളാണ്. അതിന് പുറമേ ഒരു ഹിന്ദു തീവ്രവാദത്തിനെതിരെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്രീസിയേഷൻ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് പാർട്ടി പരമായിട്ടും അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിലമ്പൂർ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഹോളിലുള്ള സ്ഥലമാണ്. മുമ്പ് 1969 മുമ്പ് കുഞ്ഞാലി 2 പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചു. അന്ന് അതിനുശേഷം പിന്നെ ആര്യാടൻ്റെ ഒരു കോട്ടയായിട്ടത് നിന്നെങ്കിലും ഇടതുപക്ഷത്തിന് തിരക്കേടില്ലാത്ത പിന്തുണയുള്ളൊരു ഒരു മണ്ഡലമാണ് അത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പോര് അവിടെ നടത്തണം. തങ്ങളുടെ രാഷ്ട്രീയ ബേസ് അനുസരിച്ചൊരു പോര് നടത്തി നോക്കണമെന്ന് കൂടെ വിചാരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.